ഹായ്, എല്ലാവർക്കും ഫോർകാമീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ചെറിയ ട്രാവലിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. നമുക്ക് തൃശ്ശൂർ വരെ പോകേണ്ട ഒരു കാര്യമുണ്ടേ. നമുക്ക് എന്ത് പോകേണ്ട പറയാനുണ്ടോ? നമുക്ക് കുറച്ച് ഗോൾഡ് എടുക്കണം. അതായത് കുറച്ച് പഴയ ഗോൾഡ് ഉണ്ട്. ആ ഗോൾഡൊക്കെ മാറിയിട്ട് കുറച്ച് പുതിയ ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്കൊരു നമ്മുടെ അടുത്തുള്ള ചേച്ചിയൊക്കെ അവിടെ എടുത്തായിരുന്നു തൃശ്ശൂർ ഷോപ്പിൽ. കുറച്ച് റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുന്നത്. അപ്പൊ അവരോട് ചോദിച്ചിട്ട് പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് വീഡിയോ എടുക്കണം അല്ലേ? അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സാമുക്കുട്ടന രാവിലെ തന്നെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കി കുമ്പളങ്ങിയിൽ. നമ്മളിപ്പം കുമ്പളങ്ങി തന്നെ വീഡിയോ എടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ ഈ വീഡിയോ. അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇല്ലാണ്ട് നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ അല്ലേ? നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഉണ്ട് ആ ഷോപ്പില്. അപ്പൊ അത് അവർ എടുക്കാൻ സമ്മതിക്കുമോന്ന് എനിക്കറിയില്ല. നമുക്കല്ലേ എന്താണെങ്കിലും എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും പറയുന്നതാണ്. മീൻസ് അവർക്ക് അത് അവര് ഗോൾഡൻ ജ്വല്ലറികളും ചിലപ്പോൾ സമ്മതിക്കില്ല ഷൂട്ട് ചെയ്യാനൊന്നും. കാരണം അവർക്ക് കുറെ വാല്യൂ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ചില ജ്വല്ലറികൾ സമ്മതിക്കത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ സമ്മതിക്കുവാണെങ്കിൽ നമ്മൾ ഇടാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയാല്ലേ. അതെ. പിന്നെ അതുപോലെ ജീവകാരനെ പറയാനുള്ള വേറൊന്നുമില്ല. നമുക്ക് വരുന്ന വീഡിയോസ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഇതായിരിക്കും. ഗോൾഡ് എല്ലാ ഗേൾസിന് മാത്രമല്ല, ബോയ്സും അതെന്തായാലും ഗേൾസ് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ഗേൾസും ബോയ്സും ഒന്നും ഇല്ലാതെ ഗോൾഡ്. അപ്പോൾ എല്ലാവർക്കും യൂസബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഗോൾഡിന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഗേൾസ് മാത്രം കാണാം അങ്ങനെയൊന്നും അല്ല. ഇതിലൊരു എന്തെങ്കിലും അല്ലേ, ഒരു എന്താ പറയാ, ഒരു സ്പെഷ്യൽ ഉണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് പറയാം. അപ്പൊ നമ്മൾ ജ്വല്ലറിയുടെ പേര് പറഞ്ഞല്ലോ, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് അതിന്റെ പേര്. അങ്ങോട്ട് പോവാണ്. നമുക്ക് തൃശ്ശൂരിലേക്ക് യാത്രയിലും കാണാം. ഒക്കെ ചെറിയ മഴക്കാരൊക്കെ ഉണ്ടല്ലേ. എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ചങ്ങ് പോവാം അല്ലേ? അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് കാണാം. അതെ, ഓക്കെ. അപ്പം കണ്ടോ, കിടില മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള മഴയാണ്. കുറെ ബൈക്കുകാർക്കൊക്കെ പ്രശ്നമായിട്ട് അവർ ഈ മരത്തിന്റെ തണലിലും കടകളുടെ ഇടയിടെ കയറി നിൽക്കുവാണ്. പിന്നെ കുറെ ആൾക്കാർ റെയിൻകോട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിത് കുണ്ടന്നൂരേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് ഡാർക്ക് ഫീൽ ഉണ്ട് കേട്ടോ. കുറച്ച് ഈ മഴക്കാറിന്റെയൊക്കെയാണ്. നമ്മളിത് കുണ്ടന്നൂരേക്ക് കയറുവാണ്, NH കയറുവാണ്. ഇവിടെ സ്ട്രൈറ്റ് കിട്ടാം. അതായിരിക്കില്ല തീയെ എങ്ങനെയാണ്? പിന്നെ ഒരു റൂട്ട് എനിക്കറിയില്ല. നമ്മുടെ അമ്മായി ഗൂഗിൾ മാപ്പിനെ സെറ്റ് ചെയ്താ പോകുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഭൂമിയിലുണ്ട് അല്ല, എവിടെയെങ്കിലും എത്തും അല്ലേ? ശരിയാണ്. ചേർത്തിലെത്തി. കറങ്ങി ചേർത്തിൽ തന്നെ എത്താതിരുന്നാ മതി. ചേർത്തിൽ എത്തണം. തൃശ്ശൂർ എത്തിയിട്ട് ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്. ചെറിയ എറണാകുളത്ത് ചെറിയ വണ്ടിയൊക്കെ ഉണ്ടോ ഈ സമയത്ത് തന്നെ? ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ട്. ഇപ്പോ ആ എന്താ പറയാ, തിരക്കൊക്കെ കുറഞ്ഞ്, മീൻസ് ഇപ്പൊ ഭയങ്കര തിരക്ക് വന്നോണ്ടിരിക്കുവാണല്ലോ. പണ്ടാണ് കൊറോണേനൊക്കെ പേടിച്ചിട്ട് ആൾക്കാർ വീട്ടിൽ തന്നെ. ഇപ്പൊ ആർക്കും അങ്ങനെ അത്ര വലിയ പേടിയായിട്ട്. നമ്മുടെ ചേർത്തല പോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ അധികം പുറത്തിറങ്ങാതെയാണെന്ന് തോന്നുന്നു. അതെ. എറണാകുളത്തൊക്കെ ഞാനിപ്പോ 6 മാസമായി എറണാകുളത്തേക്ക് വന്നിട്ട്. ഓഫീസിൽ 6 മാസമായി ക്ലോസ് ചെയ്തിട്ട്. നമ്മൾ വർക്ക് ഫ്രം ഹോം ആണ് എല്ലാവരും അവരവർ. പക്ഷേ ഇപ്പൊ എറണാകുളത്തൊക്കെ നല്ല തിരക്കുണ്ടല്ലോ. അതാ പറഞ്ഞ. ഞാൻ ഓർത്ത് രാവിലെ ഈ സമയത്ത് ഇറങ്ങിയ കാരണം എന്റെ ദൈവമേ നല്ല ഗട്ടറായിരുന്നു. ഈ സമയത്ത് ഇറങ്ങിയ കാരണം ഒരു ബ്ലോക്കും ഉണ്ടാകത്തില്ല. വെച്ച് വീട്ടിൽ പോവാന്ന് ഓർത്താണ്. പക്ഷേ നീ എന്നാ പറയണേ? ഭയങ്കര തിരക്കുണ്ട്. അപ്പൊ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല, ഫുള്ള് ഇരുട്ടാ. കുഴപ്പമില്ല. ആ മഴക്കാരനെയാണ്. ഞാൻ സെറ്റിങ്സ് ഒക്കെ മാറ്റുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ആകും. നമുക്ക് മാറ്റി നോക്കാം.
ഹായ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലിയോസ് ഗോൾഡ് എത്തിയിരിക്കുകയാണ്. വളരെ തൃശ്ശൂരിൻ്റെ മധ്യ കേന്ദ്രത്തിൽ തന്നെയാണല്ലേ? ഈ ഗോൾഡിൻ്റെ കാര്യം അറിയാമല്ലോ. ഗോൾഡിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരാണ്. നമ്മളിവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടുത്തെ ചെറിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പിൽ പോയി മേടിക്കും. അതുപോലെ തന്നെ പല സാധനങ്ങൾ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ പോയി മേടിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇവിടെ ഗോൾഡ് ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം അതായത് ഇപ്പം 100 പവൻ്റെ ഒരു ഗോൾഡ് ആണെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു 300 മില്ലിയുടെ ഒരു ഗോൾഡ് ആണെങ്കിലും അത് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയത്. കാരണം അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കത്തില്ലായിരുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഇതായിട്ട് തോന്നി. കാരണം കുറേ അടുത്തൊക്കെ നമ്മൾ മീൻസ് പല ഷോപ്പിലും നമ്മൾ പോയിട്ടുണ്ട് ഗോൾഡ് മേടിക്കാൻ. എവിടെ നിന്നും നമുക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഇല്ല. നമ്മൾ എറണാകുളം സൈഡ് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഷോപ്പ് ഇല്ല, എവിടെയില്ല. നമ്മൾ ആലപ്പുഴയില്ല. നമ്മൾ അപ്പോൾ ഇത് നമുക്കൊരു പുതിയൊരു അറിവാണ്. നമ്മൾ യൂഎസിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. കാരണം ഹോൾസെയിൽ റേറ്റിൽ ഒരു ഗോൾഡ് കൊടുക്കുന്ന ഷോപ്പ് നമ്മൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഗോൾഡിൻ്റെ ഈറ്റിൽ ആയതുകൊണ്ടായിരിക്കാം. കാരണം അവർക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് അതിനുള്ള ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനുള്ള പണിക്കാരുണ്ട്. പല പഴയ കാലത്തെ പണിക്കാർ ഇപ്പോഴും തൃശ്ശൂരുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഒരു കുടിൽ വ്യവസായം പോലെ ഇവിടെ ചെയ്യുന്നത്. ഇത് അത്രയ്ക്കും. പിന്നെ ആൾക്കാർക്ക് ചെറിയ പ്രശ്നം വെച്ചാൽ ക്വാളിറ്റിയിൽ അതിൻ്റെ പ്യൂരിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്യൂരിറ്റിയിൽ ഒരു പ്രശ്നമില്ല. എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ കാണിച്ച് നമുക്ക് പക്കയായിട്ട് എല്ലാം പറഞ്ഞു തരും. കറക്റ്റ്. ഇവിടുത്തെ സെയിൽസിൻ്റെ അവരുടെ സപ്പോർട്ടാണെങ്കിൽ ഒന്നും പറയാനില്ല. പക്ക സപ്പോർട്ടാണ്. ഇത് നമ്മുടെ ഒരു നെയ്ബറിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ നമുക്ക് ഇത്രയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഇത്രയും പ്രശ്നം. അവർ പറഞ്ഞ് കുഴപ്പമില്ല, നല്ല ഗോൾഡാണ്, റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്നു. പക്ഷേ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അത് ഏത് റേഞ്ചിലെ ആൾക്കാർക്കും 100 പവൻ എടുക്കാൻ വരുന്നവർക്കും ഒരു 300 മില്ലിയുടെ ഒരു മോതിരെടുക്കാൻ വരുന്നവർക്കും എന്തിനും ഹോൾസെയിൽ റേറ്റാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിലേക്ക് മാക്സിമം എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുക. പിന്നെ ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഒരിക്കലും ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. കാരണം നമ്മൾ വന്നപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാൻ തോന്നി, അത് കാരണം പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഈ ജ്വല്ലറിയുടെ കോൺടാക്ട് നമ്പർ, ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് പോവാം. നമ്മുടെ അടുത്ത സുഹൃത്ത് സെയിൽസ്മാൻ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരും. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഹോൾസെയിൽ ഒരു ഷോപ്പിലാണ്. ഷോപ്പിൻ്റെ പേര് ലിയോസ് ഗോൾഡ് എന്നാണ്. ഉള്ളിലെ ഹോൾസെയിൽ ആഭരണങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം. ഞാനിവിടുത്തെ സെയിൽസ്മാനാണ്. ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാണ് എനിക്ക്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം ഡയമണ്ട്സ് ഓർണമെൻറ്റ്സ് ആണ്, റിയൽ ഡയമണ്ട്സ് ആണ്. ഡയമണ്ടിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നെക്ലസുകളാണ്, ലോ ബഡ്ജറ്റ് നെക്ലസുകളാണ്. ഒരു 75,000, 80, 90, 1 lakh, 2 lakh എത്ര വേണേൽ നമുക്ക് കിട്ടുന്നതാണ്. ലോ ബഡ്ജറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. റിങ്സ്, നവരത്ന മോതിരം, സ്റ്റഡ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ പ്രഷ്യസ് കളക്ഷൻസ് ആണ്. അതായത് റൂബി, എമറാൾഡ്, അത് മീൻസ് മരതകം, മാണിക്യം, അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസാണ് ഈ വെച്ചിരിക്കുന്നതൊക്കെ. ഇത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ ആസ്ട്രോളജി പർപ്പസിന് വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇത് നമ്മൾ വെച്ചിരിക്കുന്ന ഓർണമെൻറ്റ് പർപ്പസാണ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി ടച്ച് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ആണ്. നമ്മൾ സ്പെഷ്യൽ മേഡ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ആർക്കും വേണമെങ്കിൽ വെയർ ചെയ്യാം, പ്രശ്നമില്ല. ഈ ദോഷക്കല്ലോ രാശി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിന് വരുന്നില്ല. അങ്ങനത്തെ ഐറ്റംസാണ് ഈ പ്രഷ്യസ് കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ ബംഗാളി, കൽക്കട്ട, ലോക്കൽ കൽക്കട്ട, സെമി കൽക്കട്ട, പിന്നെ ബോംബെ, അങ്ങനത്തെ രാജ്കോട്ട്, അങ്ങനത്തെ കളക്ഷൻസിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു കല്യാണ കസ്റ്റമറൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നോക്കിയെടുക്കുക എളുപ്പത്തിലാണ് ഡെമ്മിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു കളക്ഷൻസ് ബോക്സിലായിട്ട് നമ്മൾ വേറെ വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. ബിക്കോസ് ഇതൊരു ഹോൾസെയിൽ ഷോപ്പല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലോങ് ഒരു 5 പവൻ 6 പവൻ ലോങ് നെക്ലസുകൾ വരും. ഷോർട്ട് ഉണ്ട്, 2 പവൻ്റെ ഉണ്ട്, 2.5 പവൻ്റെ ഉണ്ട്. അങ്ങനെ ഏത് വെയിറ്റിൽ വേണ്ട ഐറ്റംസിലും വരുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടു,
അതിൻ്റെ വെയിറ്റ് കുറച്ച് ഹെവി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ വെയിറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ അങ്ങനത്തെ കളക്ഷൻസാണ്. ഇത് നമ്മുടെ ചെട്ടിനാട് കളക്ഷൻസിൻ്റെ ഷോർട്ട് നെക്ലസാണ് ഈ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇരിക്കുന്നതൊക്കെ അതിൻ്റെ തന്നെ ലോക്കറ്റ് ടൈപ്പാണ് താഴെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഈ കാണുന്നതൊക്കെ ടർക്കിഷ് കളക്ഷൻസ് ആണെന്ന് പറയാം. തൊട്ട് താഴെ ബംഗാളി കളക്ഷൻസാണ്, പിന്നെ കുവൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഷോർട്ട് നെക്ലസുകളാണ്. ലോങ് നമ്മൾ അപ്പുറത്ത് കണ്ടു, ഇതിൻ്റെയൊക്കെ ഷോർട്ട് സെക്ഷനാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു മാരേജ് കഴിഞ്ഞ് നമുക്ക് ഇട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഐറ്റംസാണ് ഈ ഇരിക്കുന്നതൊക്കെ. മീൻസ് അത്ര ഹെവി അങ്ങോട്ട് ബ്രോഡായിട്ട് കാണിക്കില്ല. കേരള കളക്ഷൻസാണ് നമുക്ക് ഒരു മാരേജിന് മാത്രം ഉപയോഗിക്കുന്ന ടൈപ്പ്. അത് കഴിഞ്ഞാൽ മാരേജ് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇതൊക്കെ. ട്രഡീഷണൽ കളക്ഷൻസാണ് ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ പേര് വരുന്നത്. അതാണ് ഈ ടെമ്പിൾ, ചെട്ടിനാട്, ആൻറ്റിക് എന്നൊക്കെ പറയുന്ന ടൈപ്പാണ് ഇതൊക്കെ ഇരിക്കുന്നതൊക്കെ. ഷോർട്ട് നെക്ലസുകൾ കേട്ടോ. ലോങ് അപ്പർ സെക്ഷൻ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമുക്ക് വെയിറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ ഒരു 3 പവൻ ആ റേഞ്ചിൽ വരുന്ന ലോക്കറ്റ് വിത്ത് നെക്ലസ് ആണ് വരുന്നത്. ഷോർട്ട് നെക്ലസ് ആണ് ഇത് വരികയാണെങ്കിൽ. ഇത് പക്കാ ട്രഡീഷണൽ ആണ്. മീൻസ് അതിലൊരു ദേവിയുടെ സ്റ്റാച്യു ഉണ്ട്, സൈഡിലൊക്കെ കാശുമാലയുടെ ഒരു മിക്സിങ് കളക്ഷനാണ് ഇതൊക്കെ വരുന്നത്. ഇപ്പോൾ സപ്പോസ് ചില മീൻസ് ഈ റിലീജിയൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാശിൽ റോസാപ്പൂ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദേവിയുടെ പടം മാറ്റി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതാണ് ഈ ലോക്കറ്റ് വിത്ത് നെക്ലസ്. ഫസ്റ്റ് ഇരിക്കുന്നത് സ്ട്രിംഗിൾ ടൈപ്പാണെന്ന് പറയാം. അതിന് പറഞ്ഞാൽ ഈ ലോക്കറ്റ് ഇല്ലാതെ ബ്രോഡായിട്ട് ഇടുന്ന ടൈപ്പാണ്. ഒരു ഫംഗ്ഷനൊക്കെ ഒരു മീൻസ് ഗൗൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റുന്ന ഒരു നല്ല കളക്ഷനാണ് ഇതൊക്കെ. ഇതിൻ്റെ വെയിറ്റ് മറ്റേതിനേക്കാൾ കുറച്ച് വെയിറ്റ് കൂടും. എന്താ വെച്ചാൽ അത് ബ്രോഡാണ്, ഇത് കുറച്ച് സ്ലിമ്മാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വെയിറ്റ് ഡിഫറൻസ് വരും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6 പവൻ 6 പവനിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ 5 പവൻ ആണെങ്കിൽ 5 പവനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ചെറിയൊരു വ്യത്യാസം, വീതിയിലൊരു ചെറിയ വ്യത്യാസം വരും, അത്ര മാത്രം. ഇത് നമ്മുടെ സ്റ്റഡ് ഐറ്റംസ് ആണ്. ഇതിൽ സ്റ്റഡായിട്ടും ഉണ്ട്, ഹാങ്ങിങ് ഉണ്ട്. ചിലർക്ക് ഇപ്പോൾ സ്റ്റഡ് മാത്രം ഇടുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സ്റ്റഡ് ഉണ്ട്. അതിന് ചെറിയ ഹാങ്ങിങ് വേണമെങ്കിൽ അതിൻ്റെയും കളക്ഷൻസ് ഇതിലുണ്ട്. ഇതിലും ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ കളക്ഷൻസും ഉണ്ട്. അതായത് കേരള, ബോംബെ, ബംഗാളി, ചെട്ടിനാട്, ടർക്കിഷ്, കുവൈറ്റി, സിംഗപ്പൂരി, അങ്ങനെ മോർ കളക്ഷൻസ് ഉണ്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. മുകളിലിരിക്കുന്നതൊക്കെ കുറച്ച് ഹെവി ഐറ്റംസ് ആണ്, താഴെ ഇരിക്കുന്നതൊക്കെ കുറച്ച് സിമ്പിൾ ഐറ്റംസ് ആണ്. ഒരു 2 ഗ്രാം തൊട്ട് കമ്മൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെയാണ് 1/2 ഗ്രാം തൊട്ട് ഉണ്ട് കേട്ടോ. വലിയവരുടെ കേസാണ് പറഞ്ഞത്. 2 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു 6 ഗ്രാം കളക്ഷൻസ് ആണ്. 6 ഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ടർക്കിഷ് കളക്ഷൻസ് ആണ് ഇതൊക്കെ. മീൻസ് ഇപ്പോൾ ഇത് നമ്മളെല്ലാ ഷോപ്പുകളും ഉറപ്പിൽ വെച്ചിരിക്കുകയാണ്. ടർക്കിഷ് കളക്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കുറച്ച് മോഡേൺ കളക്ഷനാണ്. അങ്ങനത്തെ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുന്ന ഒരു ടൈപ്പാണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇതാകുമ്പോൾ എത്നിക് കളക്ഷൻ എന്ന് പറയും. അതായത് എത്നിക്കിൻ്റെ നെക്ലസ് ഉണ്ട്, അതിന് മാച്ച് ആയിട്ടുള്ള സ്റ്റഡാണ്. ഇപ്പോൾ സപ്പോസ് സ്റ്റഡ് മാത്രമാണ് കസ്റ്റമർക്ക് ആവശ്യപ്പെടുന്നത് വെച്ചാൽ സ്റ്റഡ് നമ്മൾ കൊടുക്കും, നെക്ലസ് വേണമെങ്കിൽ നെക്ലസും കൊടുക്കും. അങ്ങനത്തെ കളക്ഷൻസാണ് ഇത് വരുന്നതൊക്കെ. ഇത് ബംഗാളി കളക്ഷൻസ് ആണ്. ഇത് എത്നിക് കളക്ഷൻസ്. ഇതിൽ റെഡിഷ് മിക്സ് ആയിട്ട് വരും. ഈ ചെട്ടിനാടിൻ്റെ ഒരു അച്ഛനായിട്ട് വരും മാച്ചായിട്ട് നോക്കുകയാണെങ്കിൽ. ഇത് നമ്മുടെ ട്രഡീഷണൽ ഐറ്റംസിൻ്റെ ലോങ് നെക്ലസാണ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ആൻറ്റിക് ഉണ്ട്, നഗാസ് ഉണ്ട്, അവിടെ എത്നിക്കിൻ്റെ തന്നെ ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെട്ടിനാട് കളക്ഷൻസ് ആണ്, ലോങ് നെക്ലസ് ആണ്. ഇത് എത്നിക് കളക്ഷൻസ് ആണ്. ഇത് ആൻറ്റിക് കളക്ഷൻസ് ആണ്. ഇപ്പോൾ നഗാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന പേരാണ്, പല ജ്വല്ലറിയുടെയും ആഡിൽ കാണുന്നതാണ്. നഗാസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഒരു ഹിന്ദുസിൻ്റെ ഒരു ടച്ച് വരും. മീൻസ് അതിലൊരു ദേവിയുടെ സ്റ്റാച്യു, പിന്നെ ഒരു ബ്ലാക്കിഷ് ഫിനിഷിംഗ് ആണ് ഇതിന് വരിക. അപ്പോൾ അതിനെ നഗാസ് എന്ന് പറയും. ഇതും ലൈറ്റ് വെയ്റ്റിലും വരുന്നുണ്ട്, സോളിഡായിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 6 പവനൊക്കെയാണ് ഇതിന് വരിക. 6-6.25 പവനോളം വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ഹോൾ അടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്നും വെക്കുന്നില്ല. മീൻസ് ചില ഷോപ്പിൽ അരക്ക് വെക്കുക അങ്ങനെയൊക്കെ, അതൊന്നും ഇവിടെ ഇല്ല. എല്ലാം ലൈറ്റ് വെയിറ്റാണ് ചെയ്യുന്നത്. ഇത് ഹെവി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 9 പവൻ 10 പവനൊക്കെ വരും. മീൻസ് വീതിയൊക്കെ തന്നെയാണ് വരിക. അത് ലൈറ്റ് വെയിറ്റ്, ലോ വെയിറ്റ് അങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ ഒരു വെറൈറ്റി വന്നിട്ടുള്ളത് ഇതാണ്. ഇത് എത്നിക് കളക്ഷൻസ് ഒരു വെറൈറ്റിയാണ്. സ്റ്റോൺ ആണെങ്കിലും മെയിൻ ഇമ്പോർട്ടൻസ് വേണം. സ്റ്റോണിൻ്റെ ഒരു ഹൈലൈറ്റ് കൊണ്ട് ഇതൊരു കാണാനൊരു ഭംഗിയാണ് ഇതിന്. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഫംഗ്ഷന് മാത്രമല്ല, ഫംഗ്ഷൻ എടുത്താൽ തന്നെ ഫംഗ്ഷൻ്റെ അന്ന് റിസപ്ഷൻ ഫംഗ്ഷൻ ഇടാം. അത് കഴിഞ്ഞാലും ഒരു നല്ലൊരു പ്രോഗ്രാമിനൊക്കെ ഇട്ട് പോകുമ്പോൾ സാരിക്ക് ചുറ്റുമ്പോൾ ഇത് നല്ല മാച്ചായിട്ട് ഇത് മാത്രം ഇട്ടാൽ മതി. ഈ ഒരു നെക്ലസും ഇതിന് മാച്ചിങ് ഒരു സ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും വേറേണ്ട ആവശ്യമില്ല. നല്ല ബ്യൂട്ടി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്, സ്റ്റാൻഡേർഡായിട്ട് പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാം ഉണ്ട്. മുല്ലമുട്ടുമാലയുടെയൊക്കെ ലോങ് ഉണ്ട്, ചെട്ടിനാടിൻ്റെ മുല്ലമുട്ടുണ്ട്, പിന്നെ ലെയർമാലയുണ്ട്, ആൻറ്റിക്കിൻ്റെ ലെയർ ഉണ്ട്, ചെട്ടിനാടിൻ്റെ ലെയർ ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ മാച്ചിങ് സ്റ്റഡാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ട്രഡീഷണലിൻ്റെ ഒരു സെക്ഷൻ വരുന്നത്. കുറച്ചൊക്കെ ഇത് പാഡിലാക്കി വെച്ചിരിക്കുന്നത്, ബിക്കോസ് അത് വെക്കാൻ ആക്ച്വലി സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് എത്നിക്കിൻ്റെ ഒക്കെ ഉണ്ടോ. ഇതൊക്കെ നല്ലൊരു വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇത് അടുത്തൊരു സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ
ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു മേക്കിംഗ് ചാർജ് വരില്ല. ഇവിടെ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഈവൻ കേരള ഐറ്റംസ് തൊട്ട് ചെട്ടിനാട് എത്തിനിക്ക് എത്രയും ബ്രാൻഡഡ് ഐറ്റം ആയാൽ പോലും അതിൻ്റെയൊക്കെ ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് ഇവിടെ വരുന്നത്. നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കല്യാണ സെറ്റുകളൊക്കെ നമുക്കുണ്ട്. അത് വരുന്നത് നമുക്കിപ്പോൾ ഒരു ഇപ്പോഴത്തെ ബഡ്ജറ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് വെച്ചിട്ട് ഒരു കസ്റ്റമർക്ക് ഒരു 15 പവൻ 20 പവനൊക്കെ മുമ്പ് കൊടുത്തിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 15 പവൻ 20 എടുക്കുക എന്ന് പറഞ്ഞാൽ 50 പവൻ്റെ റേറ്റ് ആക്ച്വലി വരുന്നുണ്ട്. അത്രയും ഹൈ റേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ 10 പവൻ്റെ ഒരു സെറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 5 പവൻ സെറ്റ് എടുത്താൽ തന്നെ അതൊരു 10 പവൻ്റെ ബ്രോഡായിട്ട് കാണാൻ പറ്റുന്നതാണ്. അത്രയും ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം. 5 പവനുണ്ട്, 10 പവനുണ്ട്, 100 പവനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 5 പവൻ എടുക്കുന്ന ആൾക്കാർക്ക് ആ കുട്ടിക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 പവൻ 15 പവൻ ആര് കണ്ടാലും പറയും എന്നുള്ളൊരു കൺസെപ്റ്റ് അത് കിട്ടും. ഞാനത് സെറ്റുകൾ കാണിച്ചു തരാം, അതിലേക്ക് നമുക്ക് പോകാം. മുമ്പൊരു ലോ ബഡ്ജറ്റ് വെഡ്ഡിങ് സെറ്റ് പറഞ്ഞിരുന്നു, അതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അതൊന്ന് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് 4 നെക്ലസോളം നമുക്ക് വന്നിട്ടുണ്ട്. 2, 4, 6 വള, ഒരു കമ്മല്, ഇതെല്ലാം കൂടി നമുക്ക് വരുന്നത് ആകെ 10 പവനാണ് ഈ സെറ്റ് വരുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല, 10 പവനുള്ളൂ. എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ലോ വെയിറ്റ് ആണ് ഇത് വരുന്നത്. ഇതിപ്പോൾ ഒരു മാക്സിമം പോയത് തന്നെ 2 പവൻ, ഇതൊരു 1.5 പവൻ, ഇതൊരു 1.25, 3/4 അങ്ങനെയൊക്കെ വെയിറ്റ് വരുന്ന നെക്ലസുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഞാൻ മുമ്പേ കാണിച്ചിരുന്ന ഒരു 3 ഗ്രാമിൻ്റെ വളകൾ വരുന്ന ആ റേഞ്ചിൽ വരുന്ന വളകളാണ് ഇതൊക്കെ. ഇതിലിത് 2 3 ഗ്രാമാണ്, ഇത് 4 ഗ്രാമാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ജിമിക്ക് വരികയാണെങ്കിൽ തന്നെ മാക്സിമം ഒരു 1/2 പവനേ ഈ ജിമിക്ക് വരുന്നുള്ളൂ. ഇങ്ങനെ ഇതെല്ലാം കൂടി ഈ സെറ്റ് വരുന്നത് 10 പവനാണ് ആകെ വരുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടാൽ തന്നെ ഒരു 25-30 പവനോളം ഇതിൽ തോന്നിക്കുന്ന കളക്ഷൻസാണ് വെറും 10 പോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ റേറ്റിൽ നമുക്ക് ഇതെടുത്ത് ഇട്ടാൽ തന്നെ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്നുണ്ട് ആര് കണ്ടാലും 25 പവനേ പറയുള്ളൂ. ആ ഒരു സെറ്റാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ കയ്യിൽ ബ്രേസ്ലെറ്റ്, അത് കയ്യിലേക്കുള്ള കൈച്ചേൻ്റെ ഒരു കളക്ഷൻസ്, നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ജെൻസിൻ്റെ കളക്ഷൻസാണ് ഈ കാണിക്കുന്നത്. ആദ്യം ജെൻസിൻ്റെ തന്നെ കാണിക്കാം. ഇതിൽ ടിസോട്ട് കളക്ഷൻസ് ഉണ്ട്, ഡോൺ ഉണ്ട്, പിന്നെ നമ്മൾ ഈ ജാഗോർ കളക്ഷൻസ് പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ സാധാരണ കണ്ടുവരുന്നത് ഈ സച്ചിൻ, ഗാംഗുലി, സേവാഗ് അങ്ങനത്തെ കുറേ മോഡൽസാണ് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കണ്ടുപിടിക്കുന്ന ഡിസൈൻസ്. പക്ഷെ അതിൽ വിട്ട് നമ്മൾ കുറച്ച് പുതിയ മോഡൽസ് വെച്ചാണ് ഈ ജാഗോർ കളക്ഷൻസ് ഉണ്ട്, ഈ ഡോൺ കളക്ഷൻസ് ഉണ്ട്, ടിസോട്ട് കളക്ഷൻസ് ഉണ്ട്, അങ്ങനെ പല കളക്ഷൻസും ജെൻസിന് വരുന്നുണ്ട്. ലേഡീസിനെ കമ്പനി നോക്കുമ്പോൾ ജെൻസിന് കുറച്ച് കളക്ഷൻസ് കുറവാണ്, കോമൺ ആയിട്ട് എല്ലാവരും വരിക. അതിൽ നമുക്ക് നല്ല സെലക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ജാഗോറാണെന്ന് തന്നെ ഇതിന് പല വെറൈറ്റികളുണ്ട്. അപ്പോൾ നമുക്കത് ഹോൾസെയിൽ ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്ക് ടു ഓർഡർ ചെയ്തു തരാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ആനവാളിൻ്റെ കളക്ഷൻസാണ്. ലേഡീസിനാണെങ്കിൽ ജെൻസിനെ വിട്ട് കുറേ അധികം കളക്ഷൻസ് കൂടുകയേ ചെയ്യുള്ളൂ. അതിൽ ഇതൊക്കെ കുവൈറ്റി കളക്ഷൻസ് ആണെന്ന് പറയാം. നമ്മുടെ കുവൈറ്റി നെക്ലസ് കണ്ടല്ലോ, അതിൻ്റെയൊക്കെ വർക്ക് തന്നെയാണ് ബ്രേസ്ലെറ്റ് വരുന്ന കളക്ഷൻസാണ് ഇതൊക്കെ. ഇതൊക്കെ സിഗ്നിറ്റി കളക്ഷൻസ്, ചിലർ സിംഗപ്പൂർ എന്ന് പറയും, ചിലർ മോൾഡിങ് എന്ന് പറയും. ആ കളക്ഷൻസാണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ സ്റ്റോൺ വെച്ചതുണ്ട്, സ്റ്റോൺ വെക്കാത്തതുണ്ട്, ചിലർക്ക് സ്റ്റോൺ ഇഷ്ടാവില്ല. അപ്പോൾ സ്റ്റോൺ ഇല്ലാത്ത ടൈപ്പും ഒക്കെ ഉണ്ട്. ഇതാണ് സ്റ്റോൺ ഇല്ലാത്ത ടൈപ്പ് വരുന്നത്. ഈ ടൈപ്പൊക്കെ സ്റ്റോൺ ഇല്ലാതെ ഈ സെയിം മോൾഡിങ് കളക്ഷൻസാണ് ഇതൊക്കെ വരുന്നത്. ഇതാകുമ്പോൾ രാജ്കോട്ട് കളക്ഷൻസ് അങ്ങനെ പറയുന്ന കളക്ഷൻസാണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട കുറച്ച് മുമ്പ് കണ്ട ചങ്ങല വർക്ക്, ഈ ഗാംഗുലി, സേവാഗൊക്കെ കോമൺ ആയിട്ട് ഇടുന്നതാണ്. ലേഡീസും ജെൻസൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ലേഡീസിന് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു മോണോപ്പൊളി ഡിസൈൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഡിസൈൻസാണ് ഇതൊക്കെ. വെറൈറ്റി കളക്ഷൻസ് ആയിരിക്കും. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വെറും ലോ വെയിറ്റ് കളക്ഷൻസിൽ വരുന്നതാണ്. 3 ഗ്രാം തൊട്ടാണ് ഈ ബ്രേസ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. വെറും 3 ഗ്രാമാണ്. രാജ്കോട്ട് കളക്ഷൻസ് എന്ന് പറയും. ഒക്കെ ഉണ്ടോ? ചാംസ് കളക്ഷൻസിൽ നമ്മൾ സാധാരണ വരുന്ന ഈ ചാംസ് എന്ന് പറഞ്ഞ കളക്ഷൻസിൽ വിടുന്ന രാജ്കോട്ടിൽ വന്ന കളക്ഷൻസാണ്. രാജ്കോട്ടിനാണ് മോഡലിൻ്റെ പേര് കേട്ടോ. വെറും 3 ഗ്രാമുള്ള ഒരു വെയിറ്റ്. അത്രയും ലോ വെയിറ്റ് കളക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോഴത്തെ ഈ റേറ്റിൽ നമുക്ക് എത്ര ഹെവി ഐറ്റംസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഈ കളക്ഷൻസ് ഇങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഡിസൈൻസ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇതൊക്കെ രാജ്കോട്ട് കളക്ഷൻസിൽ പെട്ടതാണ്. ഇനി നമുക്ക് ബാംഗിൾസ് കളക്ഷൻസ് നോക്കാം. ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ബാംഗിൾസ് കളക്ഷൻസ് ആണ്. ഈ ഉള്ളിൽ പ്ലാസ്റ്റിക് ഇടുന്ന ടൈപ്പ്, നമ്മുടെ ഈ എല്ലാ ആൾക്കാരിലും കാണാം ഇങ്ങനത്തെ വള. ഈ ഉള്ളിൽ പ്ലാസ്റ്റിക് ഇട്ട് ഡബിൾ സ്ട്രോങ് വരുത്തി ഉപയോഗിക്കുന്ന വളകളാണ് ഇതൊക്കെ. ഇപ്പം നമ്മുടെ വളയുടെ ഇവിടുത്തെ കളക്ഷൻസ് പറഞ്ഞാൽ വെറും 3 ഗ്രാം 4 ഗ്രാം തൊട്ട് വളകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ വളകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതൊക്കെ വളരെ ഒരു കളക്ഷൻസാണ്. ഇത് കൽക്കട്ട ബാംഗിൾസ് എന്ന് പറയും. സ്ക്രൂ ഉള്ള ടൈപ്പ്, സ്ക്രൂ ഇല്ലാത്ത ടൈപ്പ്. കൽക്കട്ട ബാംഗിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെറിയ ഇനാമൽ കളറൊക്കെ വന്നിട്ടിരിക്കും. സാധാരണ വർക്കിനെ വിട്ട് കുറച്ച് വെറൈറ്റി ആയിരിക്കും ഈ കൽക്കട്ട ബാംഗിൾസ്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വളകളാണ്.
ഇതൊക്കെ ഞാനൊന്ന് കൽക്കട്ട ബാംഗിൾസിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു പെയർ കൽക്കട്ട ബാംഗിൾസ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈസ് ചിലർക്ക് ഇവിടെ വലിപ്പം കൂടുതലായിരിക്കും, അപ്പോൾ പക്ഷേ ഇവിടെ വണ്ണം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി ഇവിടെ ഇടുമ്പോൾ ലൂസാവും, ചിലർ വളയാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ക്രൂ ടൈപ്പാണ്. സോ ഈ കൽക്കട്ട ബാംഗിൾസിൽ മോസ്റ്റ് ഓഫ് കളക്ഷൻസും വരിക സ്ക്രൂ ടൈപ്പ് തന്നെയാണ് വരിക. സ്ക്രൂ അഴിക്കണം, സ്ക്രൂ അഴിച്ചിട്ട് ഇങ്ങനെ ഇടുന്ന ടൈപ്പാണ്. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു വേറെ വെറൈറ്റി കളക്ഷൻസ് ആണ്, വളകളുടെ ഒരു വെറൈറ്റിയാണ്. CNC കളക്ഷൻസ് ആണ് ഇതിൻ്റെ പേര് പറയുക. CNC കളക്ഷൻസ് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളകൾ അടിക്കുന്നത് CNC എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് മെഷീനിലാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം കളക്ഷൻസിലും റോഡിയം കോട്ടിങ് ചെയ്തിട്ടുണ്ടാവും. റോഡിയം കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ ആ കോട്ടിങ് പോകുന്നതല്ല കേട്ടോ, ഇത് ലൈഫ് ലോങ് അങ്ങനെ നിൽക്കുന്നതാണ്. ഇത് 1 പവൻ തൊട്ട് ഈ വളകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധാരണ കമ്പിവള പോലെ തന്നെ ഒന്നും കൂടി CNC മെഷീനിലിട്ട് പോളിഷിങ് ചെയ്ത് അതിന്മേൽ റോഡിയം കോട്ടിങ് ചെയ്തിട്ടുള്ള വളകളാണ് ഈ CNC വളകൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ 1 പവൻ്റെയാണ്, ഇത് 1.25 ഉണ്ട്, 1.5 പവൻ്റെ ഉണ്ട്, 2 പവൻ്റെ ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി വെയർ ബാംഗിൾസ് ആണ് ഈ CNC കളക്ഷൻസ്. കംപ്ലയിൻസ് വരില്ല, അത്ര പെട്ടെന്ന് കംപ്ലയിൻസ് വരില്ല, ആണ് CNCയുടെ സ്പെഷ്യാലിറ്റി. ഇത് വളകളുടെ തന്നെ ട്രഡീഷണൽ കളക്ഷൻസ് ആണ്, ബാംഗിൾസിലെ ട്രഡീഷണൽ കളക്ഷൻസ് ആണ്. നമ്മൾ മുമ്പ് നെക്ലസ് കണ്ടല്ലോ, ചെട്ടിനാട് ആൻറ്റിക്ക് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ വരുന്ന വളകളിലെ കളക്ഷൻസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ചെട്ടിനാട് കളക്ഷൻസ് ആണ് വരുന്നത്. ഇതൊക്കെ വെയർ ചെയ്യുമ്പോൾ 1-2 കൈമിട്ട് തന്നെ ഒരുവിധം അത്യാവശ്യം ഗ്രാൻഡ് ലുക്ക് തന്നെയാണ് വരിക, ഒരു മീൻസ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഈ ചെട്ടിനാടിൻ്റെ ഈ കളക്ഷൻസ്. പിന്നെ വേറെ കാണിച്ചു തരാം. ഇത് നമ്മുടെ പാലക്ക വളകൾ. പാലക്കയുണ്ട്, പാലക്കയുടെ തന്നെ റൗണ്ട് ഷേപ്പിലുണ്ട്. പാലക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടിരുന്നത് വെറും പാലക്കയുടെ ഒരു റെയിൻബോയുടെ ഒരു കൊടയുടെ പോലത്തെ ഒരു ഷേപ്പിൽ വരും. പക്ഷേ ഇപ്പോൾ റൗണ്ട് ഷേപ്പിലും ഇപ്പോൾ പാലക്ക കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പുതിയ ഒരു വെറൈറ്റീസാണ് അവർ ചെയ്യുന്നത്, പാലക്ക കളക്ഷൻസ്. ഇനി നഗാസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇത് നഗാസിൻ്റെ നമ്മൾ മുമ്പ് കണ്ടില്ലേ, ഒരു സ്റ്റാച്ചു വെച്ചിട്ടുള്ള ഒരു നെക്ലസ് കണ്ടില്ലേ, അതിൻ്റെ മാച്ചായിട്ടുള്ള വളകളാണ് ഈ കാണുന്നതൊക്കെ. സ്റ്റാച്ചു തന്നെ ഇതിലിരിക്കുന്നത്. ഇതിൽ പീക്കോക്കാണ്, നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നഗാസ് കളക്ഷൻസ്. ഇനി ഇതിലെ ഈ 2 കളക്ഷൻസ്, ഈ 2 വള വരുന്നത് എത്നിക് കളക്ഷൻസ് എന്ന് പറയും. ചെട്ടിനാടിൻ്റെ തന്നെ ഒരു കാണുമ്പോൾ ചെട്ടിനാട് ലുക്ക് തോന്നിക്കുന്ന ഒരു എത്നിക് കളക്ഷൻസ് എന്ന് പറയും. ഇതൊക്കെ സ്ക്രൂ ടൈപ്പാണ്, മീൻസ് സൈസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്നതാണ്. ഈ സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. ഇത് എത്നിക് കളക്ഷൻസിൽ വരും. ഇതൊക്കെ എത്നിക് കളക്ഷൻസിൽ പെടുന്നതാണ്. ഇത് എത്നിക്കാണ്. ഇതൊക്കെ ആൻറ്റിക് പീസാണ്. ആൻറ്റിക് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ആൻറ്റിക് കളക്ഷൻസ് ആണ് ഇതൊക്കെ വരുന്നത്. നമ്മൾ വള മുമ്പ് പറഞ്ഞല്ലോ, ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സാമ്പിൾസ് കാണിച്ചു തരാം, നോക്കിയോളൂ. ഇത് വെറും 3 ഗ്രാമാണ് ഈ ബാംഗിൾസിൻ്റെ വെയിറ്റ്. നല്ല ഷോ ഉണ്ടാവും. ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ കൈ നിറയാനായിട്ട്, ബിക്കോസ് അവരിൽ അത്രയും ക്യാഷ് ഉണ്ടാവില്ല, മീൻസ് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വളകളാണ് ഇതൊക്കെ. 3 ഗ്രാമിൻ്റെ വളയാണ്. ഇതൊരു 5 പീസ് ഇട്ടാൽ തന്നെ 15 ഗ്രാമേ ആകെ വരുള്ളൂ. 5 വള കൈ നിറഞ്ഞ് കിടക്കും ചെയ്യും. അങ്ങനത്തെ വളമാണ് ഈ വള വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ കണ്ട 3 ഗ്രാമിൻ്റെ വള പോലെ തന്നെ അതിൽ തന്നെ വേറൊരു ചെറിയൊരു കട്ടിങ് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുള്ള മോഡലാണ് ഈ വരുന്നത്. ഇത് 2 വളയാണ്. ഇതിലൊക്കെ നമുക്ക് ഈ ഉള്ളിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബർ വള ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഡബിൾ സ്ട്രോങ് ആക്കാം കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ സപ്പോസ് മാരേജ് കഴിഞ്ഞാൽ ഇടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വളയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കംപ്ലയിൻ്റ് ആവില്ല മീൻസ് ഇതൊരു 916 ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കയറി ഇത് ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. ഇതാണ് ആ ഒരു വള. ഇതൊക്കെ ആ ഒരു കാറ്റഗറി. ഇതൊക്കെ വെറും 2 ഗ്രാമേ ഉള്ളൂ കേട്ടോ, വെറും 2 ഗ്രാമേ ഉള്ളൂ. പറഞ്ഞ് വിശ്വസിക്കില്ല, അത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള വളകളാണ് ഇതൊക്കെ. കാരണം അതൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിൽ എല്ലാവർക്കും 1 പവനൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ 2 ഗ്രാമിലൊക്കെ വള ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഇപ്പം അങ്ങനെ ഇത് വരുന്നുണ്ട്. ഇത് പൈപ്പ് വളയാണ്. നമ്മൾ 1 പവൻ്റെയും 3/4 പവൻ്റെയൊക്കെ പൈപ്പ് വളയെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെ വെറും 2 ഗ്രാമിൻ്റെ ഒരു പൈപ്പ് വളയെ കാണുന്നതൊക്കെ. ഇതൊരു സെറ്റ് 4 ഒരു സെറ്റാണിത്. ഇനി നമുക്ക് മോതിരങ്ങളിൽ തന്നെ വളരെ ലോ വെയിറ്റ് കളക്ഷൻസിൽ മോതിരംസ് ഉണ്ട്. 300 മില്ലിയാണ് വെറും ഒരു മോതിരത്തിൻ്റെ വെയിറ്റ് വരുന്നത്. ഞാനത് കാണിച്ചു തരാം. നോക്കൂ, ഒരു വൈറ്റ് സ്റ്റോൺ, ഒരു ഡയമണ്ട് പോലെ തോന്നിക്കുന്ന ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള റിങ്ങാണ് ഇതൊക്കെ. ഇതിൻ്റെ വെയിറ്റാണ് ഞാൻ പറഞ്ഞത് 300 to 400, മീൻസ് കറക്റ്റ് 300 ആയിരിക്കില്ല, 300 to 400 ഉള്ളിൽ വെയിറ്റ് വരുന്നതാണ് ഇതൊക്കെ. ഞാനത് ജസ്റ്റ് വയറ് കാണിച്ചു തരാം. നോക്കൂ, സംഭവം സിമ്പിളായിട്ടുള്ള ഒരു മോതിരമാണ് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന 300 മില്ലി എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര 1500 രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു റേഞ്ചിൽ വരുന്ന ഒരു മോതിരമാണ് ഈ കാണുന്നത്. ഇതിൽ പല കളേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇതും വൈറ്റാണ്, കൂടുതലും വൈറ്റാണ് വരിക. കാരണം വൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു കളർ നിൽക്കും. ഇപ്പോൾ ഇതിലിതേ പിങ്ക് കളർ ഉണ്ട്, ഇതൊക്കെ പിങ്ക് കളറാണ്, റെഡ് ഉണ്ട്, പല കളേഴ്സും ഉണ്ട്. അതിലാണ് ഡിസൈൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ള ഒരു മാംഗോ ഷേപ്പിലൊക്കെ ചെയ്തിട്ടുള്ള മോതിരങ്ങളാണ് ഈ കാണുന്നതൊക്കെ.
പല വെറൈറ്റികളും ഉണ്ട്. ഇത് കണ്ടോ, അതൊക്കെ അങ്ങനത്തെ ഒരു 300 to 400 മില്ലിയുടെ ഉള്ളിൽ വരുന്ന മോതിരങ്ങളായി കാണുന്നതൊക്കെ. ഇതൊക്കെ ഇപ്പോഴത്തെ ഈ റേറ്റ് കൂടിയതിൻ്റെ ഒരു കാരണത്തിൽ ചെയ്ത് വെക്കുന്ന മോഡൽസാണ്. അത്രയും വെയിറ്റ് കുറഞ്ഞ ചെയ്യാനുള്ള അവസ്ഥ നമുക്ക് വന്നു, അതുകൊണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പല വെറൈറ്റികളും ഉണ്ട്. നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ ഡിസൈനും എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മെയിൻ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തന്ന ഡിസൈൻസ് ഒക്കെ അതിൻ്റെയൊക്കെ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ മേക്കിംഗ് ചാർജിനെയാണ് ആക്ച്വലി. അത് മീൻസ് നമുക്ക് കിട്ടുന്ന പർച്ചേസ് കോസ്റ്റിനേക്കാളും ചെറിയൊരു ശതമാനം, അത്രയും വളരെ ഒരു മൈന്യൂട്ട് ശതമാനം മാത്രമേ നമ്മൾ എക്സസ് എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ 100 മില്ലിയുടെ ഒരു മോതിരമായാലും 100 പവൻ ഗോൾഡ് ആയാലും നമ്മുടെ അവിടെ നിന്ന് എടുക്കാം. നമുക്കത് അത്രയും മീൻസ് അത്രയും വാല്യുബിൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. 100 മില്ലിയുടെ ഒരു മോതിരം എടുക്കുന്ന ഒരു കസ്റ്റമറും 100 പവൻ്റെ ഒരു ഗോൾഡ് എടുക്കുന്ന കസ്റ്റമറും എല്ലാം ഒരേ വാല്യൂലാണ് നമ്മൾ കാണുന്നത്. എല്ലാം കസ്റ്റമേഴ്സാണ്, ആ ലെവലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ നല്ലൊരു സർവീസും നല്ല രീതിയിലുള്ളൊരു മേക്കിംഗ് ചാർജും തന്ന ഒരു ഹാപ്പി ആയിട്ടാണ് ഇതുവരെ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഷോപ്പിൻ്റെ സക്സസ്. നമ്മളിപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയ 2 വർഷത്തോളമായി. അതിനും ആ 2 വർഷത്തെ ഒരു സെയിലെല്ലാം ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിൽ സെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അതാണ് ആ സർവീസിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് വരുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇനി വരേണ്ടത് മീൻസ് നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങോട്ട് എത്താനുള്ള ഒരു വഴി ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. പ്രോപ്പർ തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പ് നിൽക്കുന്നത്. അതിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ പുത്തമ്പള്ളി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പുത്തമ്പള്ളിയുടെ ബാക്ക് സൈഡാണ് ഈ ഷോപ്പ് വരുന്നത്. പള്ളിക്കുളത്തിനോട് ചേർന്ന് ഓപ്പോസിറ്റ് കാൽഡിയൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു കാൽഡിയൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഹോളുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് നിൽക്കുന്നത്. പള്ളിക്കുളത്തിനോട് ചേർന്ന് പുത്തമ്പള്ളിയുടെ ബാക്കിൽ. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വരാൻ ഈസിയാണ്. അതിൻ്റെ ലൊക്കേഷൻ താഴെ ഇട്ടിട്ടുണ്ട്, അതിൽ അത് പ്രകാരം വന്നാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ഗോൾഡ് ഒക്കെ എടുത്ത് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവര് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ സമ്മതിച്ചു. എല്ലാവരും നല്ല കിടിലൻ സപ്പോർട്ടാണ് കേട്ടോ. അതിനൊക്കെ ഓണറിനോട് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ സെയിൽസ്മാൻമാർ എല്ലാം നല്ല നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെ തീരെ സ്വഭാവം വെച്ചിട്ട് കുറെ എടുത്ത് മാറ്റി, ഇതെടുത്ത് മാറ്റി ഞാനൊക്കെ ആണെങ്കിൽ ഓടിച്ചിട്ട് ടീച്ചറ്. പക്ഷെ അവരെല്ലാം നല്ല പക്കയായിട്ടെല്ലാം ചെയ്തു തന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ അവരുടെ വീഡിയോ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ അവർ വീഡിയോ എല്ലാം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തൊക്കെയാണ് തന്നതെന്നൊക്കെ എല്ലാം പക്കയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. വി ആർ വെരി ഹാപ്പി. കാരണം വെച്ചാൽ ഭയങ്കര റേറ്റ് കുറവാട്ടോ. അത് ഹോൾസെയിൽ റേറ്റിലാണ് അവർ കൊടുക്കുന്നത്. ഗോൾഡ് ഹോൾസെയിൽ റേറ്റ്, അതായത് ചെറിയ ഒരു 100 മില്ലിയുടെ ഒരു ഗോൾഡ് വരെ മേടിക്കാൻ വരുന്നവർക്കും അതുപോലെ 500 മില്ലിയുടെ 500 പവന്റെ മേടിക്കാൻ വരുന്നവർക്കും എല്ലാവർക്കും ഒരു ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് നല്ല റേറ്റിൽ കുറവുണ്ടായിരുന്നു. നമ്മൾ ഈ ഡ്രസ്സ് മേടിക്കാനൊക്കെ പോകാറുണ്ട്, ഡ്രസ്സ് മേടിക്കാൻ ഹോൾസെയിൽ പോകാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗോൾഡ് മേടിക്കാൻ ഹോൾസെയിൽ വന്നേക്കുന്നത്. പക്ഷേ ഇല്ലേ ഭയങ്കര റേറ്റ് കുറവാണ്. എക്സ്പെഷ്യലി കല്യാണ ടീമിനൊക്കെ, കല്യാണത്തിനൊക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ല റേറ്റും കുറവാണ്. അതായത് ഇപ്പോ നമ്മള് ഇപ്പൊ സ്വർണത്തിന് വില കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന പവന് എണ്ണം കുറയും, പവൻ കുറയും അല്ലേ? അതെ. അപ്പൊ നമ്മൾ കാണുമ്പോ ഒരു 10 പവൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു 15 പവൻ അങ്ങനെയാണെങ്കിൽ പോലും സ്വർണം കുറവായി മാലയാണെങ്കിൽ തന്നെ എണ്ണം കുറയും. അതിനനുസരിച്ച് പവൻ കൂടുമ്പോ അല്ലെ? അപ്പോ അതിനനുസരിച്ച് പക്ഷെ നമുക്ക് എണ്ണം കൂട്ടിയിട്ടും നല്ലൊരു സെറ്റ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ അവര് ലാസ്റ്റ് കാണിച്ചായിരുന്നു 10 പവന്റെ ഒരു കല്യാണ സെറ്റ്. അതിന്റെ പൊലിമ എന്ന് പറഞ്ഞാൽ 25-30 പവനുണ്ട് എന്തായാലും. അപ്പം ഞങ്ങൾ അവിടുത്തെ ഓണർ സാർ ഷെണ്ണായിട്ട് സംസാരിച്ച പുള്ളി പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗോൾഡിന്റെ റേറ്റ് ഇങ്ങനെ കൂടി പോകുന്നത് കാരണം ഒരു സാധാരണക്കാർക്ക് മേടിക്കാൻ ചിലപ്പോ അവരൊരു 10 പവനായിരിക്കും മേടിക്കാൻ ഇരിക്കുന്നത്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ പൈസ കൊണ്ട് ചിലപ്പോൾ 6-7 പവനൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ 6 പവനാണെങ്കിലും നല്ല പൊലിമയുടെ 5 പവന്റെ സാധനങ്ങൾ കല്യാണ സെറ്റ് തന്നെ 15 പവന്റെ പൊലിമ. അപ്പൊ അവര് അതിനകത്ത് പക്കയായിട്ട് പറയണ്ട, ഒന്നിനും അവരൊരു കൃത്രിമം ഒന്നും കാണിക്കുന്നില്ല. എല്ലാം ജെന്യുവിൻ സംഭവങ്ങളാണ്. ഞങ്ങൾ അത് ഫുള്ള് ഞങ്ങൾ ചോദിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാം ജെന്യുവിൻ ആണ്. അപ്പൊ നമ്മളിത് ഒരിക്കലും പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്കത് യൂസായി, അതാണ് അപ്പൊ എല്ലാവരും അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഗോൾഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒന്ന് വിളിച്ച് തിരക്കുക, പോയി നോക്കുക. നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കോൺടാക്ട് നമ്പറും റൂട്ട് മാപ്പും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതാണ്. അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എല്ലാം നല്ലതാണ്. ഞങ്ങൾ എന്തായാലും ഗ്യാരണ്ടി പറയാണ്, ഭയങ്കര റേറ്റ് കുറവാണ്. വേറെ ഏത് ഷോപ്പിൽ ചെന്നാലും ഈ റേറ്റ് കിട്ടത്തില്ല. പിന്നെ അത് മാത്രമല്ല നമ്മള് ഇപ്പോ നമ്മൾ വിചാരിക്കുന്ന ചെയിൻ ഇല്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ പവന് ആ ഒരു ഗോൾഡ് ഇല്ല എന്നാണെങ്കിൽ അവർ പണിത് വെച്ചേക്കും, നമുക്ക് ഓർഡർ കൊടുത്തിട്ട് പോരാം. അങ്ങനെ ഫുൾ സെറ്റപ്പ് ആണ് അവര് അല്ലെ? എന്തിനും തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഈ ഗോൾഡിന്റെ ഈറ്റിലാണ്. അതെ. അപ്പൊ അവർക്ക് അവിടുത്തെ നമ്മുടെ തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ എന്ന് പറയുന്നത് കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഗോൾഡ് ഗോൾഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ പറയുന്ന ഏത് ഡിസൈനിലും ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇവരുടെ എല്ലാ ഡിസൈനും ഉണ്ടാക്കി എടുക്കുന്നതാണ്.
ഇവര് ഹോൾസെയിൽ ഡീലേഴ്സ് ആണ്, പല പല ജ്വല്ലറികൾക്കും ഹോൾസെയിൽ കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുക, ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് പോയി നോക്കുക. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പോയി നോക്കുക. ഇനി എന്തായാലും കുമ്പളങ്ങി ചെല്ലുക, കുഞ്ഞിനെടുക്കുക, നേരെ ചേർത്തിലേക്ക് പോവുക. പിന്നെ ഭയങ്കര ടയർഡായി പോയി, ഇത്രയും ദൂരം ട്രാവലിംഗ് ഒക്കെ ചെയ്തായിരുന്നല്ലോ. അത് കുറെ ആൾക്ക് ശേഷമാണ് ഇത്രയും ട്രാവലിംഗ് ചെയ്യുന്നത് ഈ കൊറോണയൊക്കെ ഉള്ള കാരണം. അപ്പം എല്ലാവരും സേഫായിട്ട് പക്കയായിട്ടൊക്കെ എല്ലാം ചെയ്യുക. എൻ്റെ ജ്വല്ലറിയുടെ ലിയോസിൻ്റെ നമ്പരും കോൺടാക്ട് നമ്പരും റൂട്ട് മാപ്പൊക്കെ താഴ്ത്തിടാൻ. ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് പോയി നോക്കുക. നിങ്ങളൊന്ന് പോയി അവിടെ പോയി മറ്റുള്ള ജ്വല്ലറി പോയി റേറ്റ് ഒക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നോക്കുക. അതെ അതെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.